ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേർപിരിയാത്തൊരു സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ നിത്യത വരെ എത്തിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ ലഘുലേഖനം ഞാൻ വായിച്ചത് കഴിഞ്ഞ നവംബർ മാസത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അതിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുക. ഒരു വല്യപ്പൻ്റെ അടുത്ത് മാലാഖ മരണ സന്ദേശവുമായി വന്ന്, നമ്മൾ കേട്ടിട്ടുണ്ട്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. വല്യപ്പനപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ദൈവത്തോട്. ഈശോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത്, അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണേ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു മുന്നറിയിപ്പ് തരണം. അപ്പോൾ ഈശോ പറഞ്ഞു, അതിനെന്താ, ഞാൻ മുന്നറിയിപ്പ് തരാം. എന്നിട്ട് മാലാഖ വന്നു കഴിഞ്ഞപ്പോൾ വല്യപ്പൻ ചോദിച്ചു, എനിക്ക് ഈശോ മുന്നറിയിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പും തന്നില്ല, അതുകൊണ്ട് ഞാൻ വരില്ല. അപ്പോൾ മാലാഖ പറഞ്ഞു, വല്യപ്പ, അപ്പപ്പാ, ഇങ്ങനെ മുന്നറിയിപ്പ് തരാമെന്ന് പറഞ്ഞതൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഇല്ല, വല്യപ്പ, ഇങ്ങനെ ചെറുപ്പമായിരുന്നപ്പോൾ അപ്പച്ചൻ്റെ കണ്ണിന് ഇത്രയും കാഴ്ചയുണ്ടായിരുന്നുള്ളോ? അല്ല. ചെറുപ്പമായിരുന്നപ്പോൾ ഇത്ര ആരോഗ്യം ഉണ്ടായിരുന്നുള്ളോ? അല്ല. ചെറുപ്പമായിരുന്നപ്പോൾ കാതിന് ഇത്രയും കേൾവി ഉണ്ടായിരുന്നുള്ളോ? അല്ല. അങ്ങനെയെങ്കിൽ മുടി ഇങ്ങനെ വെളുത്താണ് ഇരുന്നത്? അല്ല. അങ്ങനെയെങ്കിൽ ഇതെല്ലാം മുന്നറിയിപ്പുകളാണ് അപ്പച്ചൻ തന്നത്. അതുകൊണ്ട് ഇനി മുന്നറിയിപ്പ് വേറെ ഒന്നും തരാനില്ല, പോരെ. അങ്ങനെ വല്യപ്പനെ അപ്പാപ്പനെ വിളിച്ചിട്ട് പോയി. അപ്പോൾ മരണ വീട്ടിലാണ് സാധാരണ നമ്മളെല്ലാവരും ഓടിക്കൂടുന്നൊരു സ്ഥലം. അങ്ങനെ മരണ വീട്ടിൽ വല്യപ്പൻ്റെ മരണസമയത്ത് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മാലാഖ ചെറുപ്പക്കാരൻ്റെ അടുത്തോട്ട് ചെന്നു മരണദൂതുമായിട്ട്. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, മാലാഖേ, ഇന്നലെ ഞാൻ ആ വല്യപ്പച്ചന്മാർ അപ്പാപ്പൻ മരിക്കണ കണ്ടപ്പോൾ മുന്നറിയിപ്പൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. മുന്നറിയിപ്പ് കൊടുത്തു. എനിക്ക് വല്യപ്പനോട് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് ഇതുവരെ തന്നിട്ടില്ല. എൻ്റെ തലമുടി നരച്ചിട്ടില്ല, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ടില്ല, ആരോഗ്യം കുറഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും ചെറുപ്പമാണ്, എനിക്കൊരു മുന്നറിയിപ്പും തന്നിട്ടില്ല. അപ്പോൾ മാലാഖ പറഞ്ഞു, മോനെ, ഇന്നലെയല്ലേ നിൻ്റെ കൂടെ പോയ നിൻ്റെ കൂട്ടുകാരൻ വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ച് നിൻ്റെ മുമ്പിൽ കിടന്നത്? സഹോദര, കുറച്ച് ആഴ്ചകൾക്ക് മുൻപല്ലേ ഒരു ചെറിയ കൊച്ച് ബ്ലഡ് ക്യാൻസറായിട്ട് മരിച്ചത്? 1 മാസം മുൻപല്ലേ നിൻ്റെ കൂടെ പഠിച്ചവൻ ക്യാൻസറായിട്ട് മരിച്ചത്? ഇതൊക്കെ നിനക്കുള്ള മുന്നറിയിപ്പായിരുന്നു, നീ ഒരുങ്ങാനുള്ള മുന്നറിയിപ്പായിരുന്നു. അവിടെ ഇനി വേറെ മുന്നറിയിപ്പൊന്നുമില്ല, പോരെ. അങ്ങനെ ചെറുപ്പക്കാരനെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ക്ലാസ്സും ഈ സമയമൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇനി ചിലപ്പോൾ വേറൊരു മുന്നറിയിപ്പ് നമുക്ക് തന്നൊന്നും അതില്ല. ഇനി ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്ന നിത്യജീവനെക്കുറിച്ച് ചിലപ്പോൾ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ അതിനുവേണ്ടി ജീവിക്കുകയോ നന്മ ചെയ്യുകയോ ചെയ്യാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ മറന്നുപോയി തിരക്കട്ട ജീവിതത്തിനോടിടയിൽ സമ്പാദിക്കാനുള്ള തിരക്കാണ് നമുക്കൊക്കെ, എല്ലാവർക്കും ഒരു പരിധി വരെ. പക്ഷേ ആ സമ്പാദ്യം കൊണ്ട് എന്തുണ്ടെന്ന് ഈശോ വേറൊരു വ്യക്തിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ടീച്ചറിനെ നോക്കാൻ നിന്നൊരു പെൺകുട്ടി, അവൾ പാവപ്പെട്ടവളാണ്, 10-30 വയസ്സായി, അവൾക്ക് അഴകില്ല, പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് ചെറുപ്പം മുതലേ അധ്വാനിച്ച് അവൾ കുടുംബത്തെ പോറ്റി മാതാപിതാക്കളെ പോറ്റുന്നു, പ്രായമായ രോഗിയായ മാതാപിതാക്കൾ. അപ്പോൾ അതുകൊണ്ട് അവൾക്കെന്നും സങ്കടം, വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഇങ്ങനെ ഞാനൊരിക്കൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈശോ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ ഹൃദയം ഇങ്ങനെ പിളർന്നിട്ട് അതിൽ നിന്ന് രക്തം ഒഴുകണം. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം, ഈശോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് ഒന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞത് സാരമില്ല, എനിക്ക് നിന്നെ മതി, നിൻ്റെ സ്നേഹം മതി, അതൊക്കെ പൊക്കോട്ടെ. ഞാനതെല്ലാം മറന്നു. പിന്നെ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചു യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയിൽ. വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ സങ്കടമായി, കല്യാണം കഴിഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചു, പിന്നെ വീടില്ല, അങ്ങനെ എല്ലാ സങ്കടം കൂടി വീണ്ടും ഞാൻ ഈശോയോട് പരാതി പറഞ്ഞു.
പള്ളിയിലോട്ട് പോകുമ്പോഴേ ഞാൻ ഈ പരാതി പറയുന്നത്. അപ്പോൾ ഈശോ എന്നെ ഇങ്ങനെ വീണ്ടും വിളിച്ച്. അപ്പോൾ സെമിത്തേരി പോകുന്നതും കല്ലറയുടെ അടുത്ത് നിൽക്കണതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈശോ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ ഈശോയുടെ പുറകെ പോയി ഒരു തുറന്നിട്ടിരിക്കണ കല്ലറയുടെ മുമ്പിൽ എന്നെ നിർത്തി. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തിനാണ് ഈശോയെ ഇതിങ്ങനെ തുറന്നിട്ടിരിക്കണ കല്ലറയുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കണേ? എനിക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ഇടവക വലിയ ഇടവകയാണ്. അപ്പോൾ ഈ കുട്ടിയോട് ഈശോ പറഞ്ഞു, നീ നോക്കി, ഈ സെമിത്തേരിയിൽ കിടക്കുന്ന സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, ആരോഗ്യവാന്മാരുണ്ട്, ആരോഗ്യം കെട്ടവരുണ്ട്, എല്ലാവരും ഇവിടെ കിടക്കുന്നു. അതിലവർക്ക് എന്താ വ്യത്യാസമുള്ളത്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് പറയാൻ അറിയാമില്ലായിരുന്നു. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, ഈ സ്ലാബിൻ്റെ കളറിലും നിറത്തിലും കട്ടിയിലും ഉള്ള വ്യത്യാസമല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ ഉണ്ടോ? ഇല്ല. 6 അടി മണ്ണുണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇപ്പം നീ നോക്കിക്കേ, ഈ കല്ലറയുടെ അകത്ത് എന്തെങ്കിലും മണ്ണുണ്ടോ? മൺതരിയുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഈ സമ്പാദിച്ചു കൂട്ടുന്നതും ഈ തിരക്കിട്ട് ഓടുന്നതും ഒക്കെ ഈ കാലിയായ കല്ലറയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇനി നീ എന്തിനാ വിഷമിക്കണേ? പ്രിയപ്പെട്ടവരെ, ആ കുട്ടി അത് പറഞ്ഞപ്പോൾ ഒരുപാട് വലിയ ചിന്തകൾക്ക് എനിക്ക് ഇടയായി. അന്ന് തുടങ്ങി അവൾ പറയാം, എനിക്കൊന്നിനെക്കുറിച്ച് സങ്കടമില്ല, ഇപ്പം ഇല്ലാത്തതിനെക്കുറിച്ച്. കാരണം ഇത്രേ ഉള്ളൂ എങ്കിൽ എന്തിനാ വിഷമിക്കണേ? പ്രിയപ്പെട്ടവരെ, നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെയാണ് ജീവിതം. അത് നമ്മളെ പഠിപ്പിക്കുക. ഓരോ മരണവും ഓരോ മുന്നറിയിപ്പുകളും. നിത്യത നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അതാണ് ശരിക്കുള്ള സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക, യേശു പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. യേശുവിലൂടെ അല്ലാതെ ഒരാൾക്കും നിത്യതയിലേക്കോ നിത്യജീവനിലേക്കോ എത്താൻ പറ്റില്ല. ആ കാരണം പറയുന്നുണ്ട് ഇവിടെ. യേശു പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്ന ഇപ്പോൾ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ട് വന്ന എല്ലാവരുടെയും, എൻ്റെയും ലോകത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തം ദൈവത്തിലേക്ക് പോകുക, എത്തുക. ഇതാണ് നിത്യജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാം തിരുവചനം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. വചനം പറഞ്ഞു തരുന്നത് അത് എങ്ങനെയുള്ളവർക്കാണ് നിത്യജീവൻ? വിശ്വാസിക്കാണ് നിത്യജീവൻ. വിശ്വാസമില്ലാത്തവർക്ക് നിത്യജീവനെക്കുറിച്ച് വചനം പറയുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. ഈ വിശ്വാസം എത്ര ആഴപ്പെട്ടിരിക്കുന്നോ അവൻ ആ നിത്യജീവനെക്കുറിച്ചുള്ള അധ്വാനവും ആഴപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈശോ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യണം. നമുക്കിപ്പോൾ പ്രായോഗിക തലത്തിൽ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാറുണ്ട് പലരും. ഈശോ നിത്യജീവന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം തിരുവചനം, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് നിത്യജീവനെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും ഭക്ഷിക്കേണ്ടത് യേശുവിൻ്റെ ശരീരം, ഇല്ലെങ്കിൽ വേറെ പലതും നമ്മൾ ഭക്ഷിക്കും. ഭക്ഷിച്ച് തിന്ന് മടുക്കാത്തവരുണ്ട്. എത്ര തിന്നിട്ടും മതിയാവുന്നില്ല. കാരണം എന്താ? യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണില്ല. എത്ര കുടിച്ചിട്ടും മതിയാവാത്തവരുണ്ട്. മാറി മാറി കുടിക്കുന്നുണ്ട്. ബാറുകൾ മാറി മാറി, അല്ലെങ്കിൽ സ്ഥലങ്ങൾ മാറി മാറി, അല്ലെങ്കിൽ വിദേശമായത് മാറി മാറി കുടിക്കുന്നുണ്ട്. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രക്തം കുടിക്കണം ദാഹം തീരാൻ, എൻ്റെ രക്തം കുടിക്കണം ക്ഷീണം തീരാൻ. പക്ഷേ ഇത് കുടിക്കാത്തത് കൊണ്ട് മാറി മാറി കുടിച്ചിട്ടും ദാഹവും തീരണില്ല, ക്ഷീണവും തീരണില്ല. അതുകൊണ്ട് പലരും എളുപ്പമുള്ള വഴികളിലേക്ക്, സുഖമുള്ള വഴിയെ, തീറ്റയ്ക്കും കുടിക്കും സുഖമുള്ളത്, കണ്ണിനും കാതിനും സുഖമുള്ളത്. നിത്യജീവനെ കുറിച്ച് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനും. ജീവനെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായില്ല. അവരെഴുന്നേറ്റ് പോയി. ഇത് ഭയങ്കര കഠിനമാണ്, ഇത് ബുദ്ധിമുട്ടാണ്. ദൈവവചനം പലർക്കും കഠിനമാണ്. പ്രാർത്ഥനാ ജീവിതം പലർക്കും ബുദ്ധിമുട്ടാണ്, വിരസമാണ്. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് എളുപ്പമുള്ള വഴി, അത്ഭുതങ്ങളുടെ പുറകെ, അറിവിൻ്റെ പുറകെ, സമ്പത്തിൻ്റെ പുറകെ, മാധ്യമങ്ങളുടെ പുറകെ, മനുഷ്യരുടെ പുറകെയൊക്കെ പോയി ഇന്നൊരു പരുവം വന്നിരിക്കാം. പക്ഷേ ആത്മീയ ജ്ഞാനമുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
68 മുതലുള്ള തിരുവചനം പറയാ, പത്രോസ് ഇത് തിരിച്ചറിഞ്ഞു. പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലാണ് പോണേ? നിത്യജീവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ പേര് എഴുന്നേറ്റ് പോയി, മടുപ്പായി എഴുന്നേറ്റ് പോയപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾക്ക് പോകണോ? അപ്പോഴാണ് ശമീൻ പത്രോസ് ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആത്മീയ അഭിഷേകത്തിൽ നിറഞ്ഞിട്ട് പറയുക, ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾക്ക് എങ്ങും പോകാനില്ല, ഞങ്ങൾക്ക് ഒരു ഇടവുമില്ല. നിൻ്റെ കയ്യിലാണ്, നിൻ്റെ വാക്കുകളാണ് നിത്യജീവൻ തരുന്നത്, നിൻ്റെ പക്കലുണ്ട്. അവിടെ ഞങ്ങളിവിടെ തന്നെ. വളരെ കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. ആധ്യാത്മികതയുടെ ആഴത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവർ അനേകം, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആധ്യാത്മികതയുടെ ആഴത്തിലേക്ക് പോകാൻ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കാരണം അത് അത്ര സുഖമുള്ള വഴിയല്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനം, 3 കാര്യങ്ങളാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പുത്രനെ കാണണം, നിത്യജീവൻ പ്രാപിക്കാൻ. എൻ്റെ പുത്രനെ വിശ്വസിക്കണം, എൻ്റെ പുത്രനെ കേൾക്കണം. അങ്ങനെ യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, യേശുവിനെ വിശ്വസിക്കണം. ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ നിത്യജീവൻ സ്വന്തമാക്കാൻ 3 കാര്യം പിതാവ് പറയുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത് ഈശോയിലൂടെ മാത്രം, ഈശോയെ കണ്ട്, ഈശോയെ കേട്ട്, ഈശോയെ അറിഞ്ഞ്, ഈശോയെ അനുഭവിച്ചാൽ മാത്രമേ നിത്യജീവനിലേക്ക് എത്താനാകൂ. അതുകൊണ്ടാണ് ഈശോ വന്നിട്ട്, പിതാവിൻ്റെ മടിയിലിരുന്ന ഈശോ വന്നിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിത്യജീവൻ പ്രാവർത്തികമാക്കേണ്ടത്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്. സുവിശേഷ രഹസ്യം മുഴുവനും നിത്യജീവനെക്കുറിച്ചായതുകൊണ്ടാണ് ഈശോ ശിഷ്യരോട് മുഴുവൻ ജീവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈശോ ഇങ്ങനെ പറഞ്ഞ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6:63 ഈശോ പറഞ്ഞു വയ്ക്കണം. ഞാൻ നിങ്ങളൊക്കെ അധ്വാനിക്കുന്നത് ഇന്ന് അധികവും ആത്മാവിന് വേണ്ടിയാണ്, ശരീരത്തിന് വേണ്ടിയാണ്? ജീവൻ നൽകുന്ന ആത്മാവിന് വേണ്ടിയിട്ടാണോ, ശരീരത്തിന് വേണ്ടിയാണ്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഈശോയുടെ അടുത്തിരുന്നിട്ട് ഇതേപോലുള്ള വചനങ്ങൾ ധ്യാനിക്കണം. അപ്പോൾ നമ്മൾ വിട്ടുപോകുന്നത് പലപ്പോഴും ഈ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതമാകാൻ മനസ്സ് വരാത്തതുകൊണ്ട്. ശരീരത്തിൻ്റെ കാര്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ രാവിലെ ഓടും, മണിക്കൂറുകൾ ചിലവഴിക്കും, അല്ലെങ്കിൽ ദിവസങ്ങൾ ചിലവഴിക്കും, ആയുസ് മുഴുവൻ ചിലവഴിക്കും. ഈശോ ദശാംശത്തിൻ്റെ സമയമെങ്കിലും ജീവനെക്കുറിച്ചും, ജീവൻ്റെ വചനത്തെക്കുറിച്ചും, യേശുവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ എന്നെങ്കിലും നമ്മളൊക്കെ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. എന്നും വിശുദ്ധ കുർബാനയിൽ വിരുന്നൊരുക്കി തരുന്ന ഈശോയെ കാണാൻ, ഈശോയെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് എത്താൻ ഇത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഓർമ്മകളോടെ, ആവേശത്തോടെ നമ്മുടെ എത്ര പേരാ അതിരാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കുന്ന ആഗ്രഹത്തോടെ, ആവേശത്തോടെ. അത് ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന്, അല്ലെങ്കിൽ ആണ്ടിലൊന്ന് കടം തീർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പോയില്ലെങ്കിൽ എങ്ങനെയാണ്. പക്ഷേ യേശു ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം കേൾക്കാനുള്ള താല്പര്യം വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ട്. വചനത്തോട് ആർത്തി. ഞാൻ വേളാങ്കണ്ണിയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ആദ്യം ധ്യാനം കൂടി, വീണ്ടും ധ്യാനം കൂടാനിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചോ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അപ്പോൾ പറഞ്ഞേ, സിസ്റ്ററെ വചനം കേട്ട് മതിയായില്ല, അതോട് ഞാനൊരു 3-4 ധ്യാനം കൂടട്ടെ. ഇപ്പോൾ 4 ധ്യാനം ഒരുമിച്ച് ഒരേ പോലെ ഇരുന്ന് കൂടുക. വചനം കേട്ട് മതിയാ. അങ്ങനെ ചുരുക്കം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം കേട്ട് മതിയായില്ല, അല്ലെങ്കിൽ വചനം തിന്ന് മതിയായില്ല, ആർത്തിയാണ്, ആവേശമാണെന്ന് വളരെ ചുരുക്കം പേര്. പക്ഷേ അധികം പേരും ഇതിനോട് ഒരു വിരസത. അതുകൊണ്ടാണ് ജീവന് വേണ്ടി മാത്രം, ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചോടുന്ന വിശുദ്ധ പൗലോസിലെ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാവരേക്കാളും നിർഭാഗ്യരാണ്. അപ്പോൾ ഭാഗ്യം കെട്ടവരായിട്ടാണ് ഈശോ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്ത്? കുടിക്കാനും തിന്നാനും സമ്പാദിക്കാനും, അല്ലെങ്കിൽ വീട് പണിയാനും കച്ചവടം നടത്താനും, ഈ ലോകത്തിന് വേണ്ടി മാത്രം, ഇവിടം കൊണ്ട് തീർന്നു പോകുന്നത് മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ ഭാഗ്യം കെട്ടവരുടെ ഗണത്തിലാണോ, ഭാഗ്യമുള്ളവരുടെ ഗണത്തിലാണോ ഇന്ന് നമ്മൾ നിൽക്കുക? രണ്ടാമത്തെ ഒരു ചിന്തയ്ക്ക് ഞാൻ വിഷയം ഇടുക. ഭാഗ്യം കെട്ടവരെന്ന് ഈശോ എന്നെ വിളിക്കോ?
ഭാഗ്യമുള്ളവരെന്ന് ഈശോ എന്നെ വിളിക്കോ. 1 കൊരിന്ത്യൻസ് 15-19 തിരുവചനം നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തോട് ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കാം. ഞാൻ ഇന്ന് വരെ അധ്വാനിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാളത്തെ എൻ്റെ പ്ലാനുകളും പദ്ധതികളും എന്തിനു വേണ്ടിയാണ്? ഒരു നിമിഷം നമുക്ക് നന്നായി ചിന്തിക്കാം. ഈശോൻ്റെ സാന്നിധ്യത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിക്കണം നമ്മൾ. അതുകൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോരുത്തരും ഈ ലോകത്തിന് വേണ്ടി അധ്വാനിച്ച് അവശരായി മടുക്കാതെ ദൈവം തന്നിരിക്കുന്ന ഓരോ ദാനങ്ങളുണ്ട്. ആത്മീയ ദാനങ്ങൾ, ഭൗതിക ദാനങ്ങൾ, സാമ്പത്തികം, ശാരീരികം, അത് ദൈവം ദാനമായി തന്നിരിക്കുന്നതാണ്. ഈ ലോകത്തിൽ ജീവിച്ച് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിത്യതയിലേക്ക് സമ്മാനമായി നിത്യത സ്വന്തമാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുക, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ, ദൈവം തന്ന അനുഗ്രഹത്തെ ഉത്തമമായ കാര്യസ്ഥലം എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി അത് ഉപയോഗിക്കണം. എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓരോ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ, ജീവഗ്രന്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരൊക്കെ എഴുതപ്പെടും. ഓരോ ദാനങ്ങൾ അല്ലെങ്കിൽ ഓരോ നന്മകളും നമുക്ക് വേണ്ടി അല്ലാതെ ചെയ്യുമ്പോൾ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായം 12-ാം തിരുവചനം, ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം. സ്വർഗരാജ്യത്തിലുള്ള നിക്ഷേപമാണ് കൊടുക്കൽ. വാങ്ങുന്നതിനെക്കുറിച്ചല്ല, കൊടുക്കുന്നതിനെക്കുറിച്ച്. ദൈവത്തിൽ നിന്ന് വാങ്ങുക, ലോകത്തിൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുക. കൊടുക്കാൻ വേണ്ടിയായിരിക്കണം വാങ്ങുന്നത്, സൂക്ഷിക്കാൻ ആയിരിക്കരുത് എന്നാണ് നിത്യജീവൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 7:32, ദരിദ്രന്, ഇല്ലാത്തവന്, പാവപ്പെട്ടവന്, ആരോഗ്യമില്ലാത്തവന് ആരോഗ്യമായിട്ട്, അറിവില്ലാത്തവന് അറിവായിട്ട്, സമ്പത്തില്ലാത്തവന് സമ്പത്തായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ദരിദ്രന് കൈ തുറന്ന് കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏക വഴി കൊടുക്കുക എന്നുള്ളതാണ്. അതേത് രീതിയിലാകാം, എങ്ങനെയുമാകാം. ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം, ആഗ്രഹിക്കുന്ന സമയത്ത്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൊടുക്കാൻ പഠിക്കുന്നതാണ് നിത്യജീവൻ സ്വന്തമാക്കാനുള്ള വഴി. ഹല്ലേലൂയ. ഈശോയുടെ നാമം ഇങ്ങനെയാണ് നമ്മൾ നിത്യജീവനിലെത്താൻ ഓരോ നിമിഷത്തിലും പ്രാവർത്തികമാക്കേണ്ടത് യേശുവിൻ്റെ ശക്തി. അതുകൊണ്ട് വചനം നമ്മളെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ 19-20 തിരുവചനങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടരുത്. എന്താ പരക്കം പാച്ചിൽ? ഭൂമിയിൽ കെട്ടിക്കൂട്ടാൻ, സമ്പാദിക്കാൻ, 7-10 തലമുറ വരെ ഞാൻ സമ്പാദിക്കാൻ. ധനികനായ മനുഷ്യൻ പറഞ്ഞു, ദേ ഞാൻ ഒരായുസ്സിൻ്റെ അപ്പുറത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് തലമുറകൾക്ക് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, നിനക്ക് തിന്ന് കുടിച്ച് മതിക്കാം. ദൈവത്തിൻ്റെ വചനം എന്താ മനുഷ്യനെ വിളിച്ചേ? പോഷാ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താ, നിനക്ക് എവിടെയാണ് നിത്യജീവൻ? നീ സമ്പാദിച്ചത് എവിടെയാ? നീ കൂട്ടിവെച്ചത് എവിടെയാ? നിൻ്റെ തലമുറകൾക്ക് വേണ്ടി കൂട്ടിവെച്ച്, തലമുറയില്ലെങ്കിൽ എന്ത് ചെയ്യോ ഇത് കൂട്ടിവെച്ചത്? അന്യാധീനമായി പോകും. ഇന്ന് പലപ്പോഴും കൂട്ടിവെച്ചിട്ട് അവനവന് പോലും അനുഭവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അതേസമയം കർത്താവിൻ്റെ വചനം പറയുന്നു, കൊടുത്ത് തീർത്ത് നിത്യജീവൻ സ്വർഗത്തിൽ സ്വന്തമാക്കുക. മദർ തെരേസ ഒന്നുമില്ലാതെ ഇറങ്ങി വന്നതാ. 5 രൂപയും ഒരു സാരി, ഒരു കോട്ടൺ സാരിയും കൊണ്ട് ഒന്നും ഉണ്ടായില്ല. ഒന്നും കൂട്ടി വയ്ക്കാൻ ശ്രമിച്ചില്ല. എല്ലാം കൊടുത്ത് തീർത്ത് സ്വർഗത്തിൽ ചെന്നപ്പോൾ 1000കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിൽ അമ്മയെ സ്വീകരിക്കാൻ. ഈശോ കൊടുത്ത് തീർത്തതാ. ചോരയെ ഊറ്റി തന്നിട്ട് പറഞ്ഞു, കുടിച്ചോ, ഇത് കുടിച്ചാൽ മതി നിത്യജീവനുണ്ടാകാൻ. ആ ശരീരം മുറിച്ച് കഷ്ണമാക്കി അപ്പമാക്കി തന്നിട്ട് പറഞ്ഞു, തിന്നോ, ഇത് തിന്നാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാവും. പക്ഷെ ആർക്കും വേണ്ട. ഇന്ന് പലർക്കും വേണ്ട. ഒരു വേണ്ടായിക വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വരുമ്പോൾ എന്ത് വിരസതയാ, എങ്ങനെ സമയം കളയും. ഞാനൊരിക്കൽ അങ്കമാലിയിലൊരു സ്ഥാപനത്തിൽ 10-12 വർഷം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ മാസത്തിൽ 2 ദിവസം വൺ ഡേ ശുശ്രൂഷയുണ്ട്. ഒരു ഹൈന്ദവ കുടുംബം അവിടെ വന്നു.
അപ്പോൾ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും മകളുമാണ് അവിടെ വന്നത്. ഈ അച്ഛൻ എന്ന് പറയുന്ന പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഒരനുഭവം ഉണ്ടായി, അതിങ്ങനെ പറയാൻ വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു, പറഞ്ഞു. ഞാൻ താമസിക്കുന്ന അടുത്തുനിന്ന് വൈകുന്നേരം ഇങ്ങനെ റോട്ടിലൂടെ ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നു. അപ്പം ഞാൻ ആ വിശുദ്ധ കുർബാനയിലേക്ക് പള്ളിയിലോട്ട് കയറി മുട്ടുകുത്തി. എനിക്കറിയാവുന്നത് പോലെ ഞാൻ തല കുമ്പെടുത്തി അവിടെ നിന്നപ്പോൾ പലരും ചുറ്റിലുള്ളവർ എന്നെ നോക്കുന്നു. അപ്പം ഞാനങ്ങനെ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ഈശോയെ എനിക്കറിയാവുന്നത് പോലെ ഈശോയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന നേരത്തെ ഈശോ എന്നോട് പറയാണ്, മോനെ നീ നോക്കിയേ, ഇവിടെ നിൽക്കുന്ന ഈ മക്കളൊക്കെ ഇത് എപ്പോഴാണ് തീരുന്നതെന്ന് ഓർത്ത് വിഷമിച്ച് സമയം നോക്കി നിൽക്കാം വാച്ചയിൽ. നീ എൻ്റെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി സിസ്റ്റർ എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും ഞാൻ അവിടെ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റ് വിശുദ്ധ കുർബാന കഴിയുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് പോയി. എനിക്കൊരു പ്രത്യേക ഉള്ളിൻ്റെ അകത്ത് ഒരു വലിയ സന്തോഷം. ഈശോ എന്നോട് സംസാരിച്ചതിൻ്റെ ആ സ്വരം അത് പറയാൻ വേണ്ടി ഇന്ന് ഞാനിവിടെ വന്നത്. എന്താ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ സിസ്റ്ററേന്ന്. ഞാൻ പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥന നടത്താനാണ് ഈശോ പറഞ്ഞത്. എന്ന് വെച്ചാൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഓരോ സംഭവത്തിലൂടെ സാഹചര്യത്തിലൂടെയും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അടുത്തിടപഴകുന്നവർക്കും പള്ളി ചെല്ലുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കണം ഈശോയോട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള വിളി ഈശോ തന്നതാണ്. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നെ നോക്കി. രണ്ടാമതായി ആ മനുഷ്യൻ കണ്ടതാണ്, എന്നെ നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ചുറ്റിലുള്ളവരെ നോക്കി. ഈശോ അപ്പോൾ ഓരോ പള്ളിയിലും വന്ന് നിൽക്കുന്ന എല്ലാവരെയും എപ്പോഴും നോക്കുന്നുണ്ട്. നിത്യജീവൻ തരാൻ ഈശോ ഇങ്ങനെ കാത്തിരിക്കുക, വെച്ച് വിളമ്പി. എൻ്റെ അടുത്തേക്ക് ഏത് മക്കളാണ് വരുന്നേ? എൻ്റെ രക്തം ആരാ കുടിക്കണേ? എൻ്റെ മാംസം ആരാ ഭക്ഷിക്കണേ? വിശ്വാസത്തോടെ. വിശ്വാസം പ്രവൃത്തിയിലേക്ക് എത്തുന്നതാണ്. ആ പ്രവൃത്തിയിലൂടെ ആരാ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് നോക്കുക ഈശോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യജീവന് വേണ്ടി അധ്വാനിക്കാൻ, നിത്യജീവനിലേക്ക് എത്താനുള്ള ഞങ്ങളുടെ വിളിയിൽ നിത്യജീവൻ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ പതിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ നിത്യജീവനിലേക്ക് തിരിച്ചുവിടാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ, നിത്യജീവൻ സമ്പാദിക്കുന്നവരായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. അതിനായി ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. വചനത്തിലേക്കും ദൈവത്തിലേക്കും ത്യാഗത്തിലേക്കും സഹനത്തിലേക്കുമുള്ള വിളിയിലൂടെ നിത്യജീവൻ സ്വന്തമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.